ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ഗൗണിൻ്റെ പാറ്റേൺ ആണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. അതൊരു 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ പ്ലെയിൻ വൈറ്റിൽ ചെറിയൊരു ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പ്ലെയിൻ ക്രേപ്പ് ഫാബ്രിക്കും പിന്നെ അതിൻ്റെ പോലെ മുകളിൽ ഒരു യോക്ക് പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫാബ്രിക് തന്നെയാണ് മുകളിലും കൊടുത്തിട്ട് ചെറിയൊരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ താഴെയായിട്ട് ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വീതിയുള്ളൊരു ബാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഗൗണിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഏജ് വരുന്നത് 8 ഇയേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മുകളിലേക്ക് പ്ലെയിൻ വൈറ്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ പ്ലെയിൻ വൈറ്റ് എടുക്കുന്നതിനേക്കാളും അത്രയൊരു ഭംഗി വരുന്നത് താഴെയുള്ളൊരു പീസും കൂടി അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് തുണി തികയാണ്ട് വരുമ്പോൾ ഈ ഒരു ടൈപ്പിലൊന്ന് ചെയ്ത് നോക്കാം. ഇനി സ്ലീവിന് ഞാൻ ഇതുപോലെ ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ടിന് ക്രേപ്പിൻ്റെ അടിയിലായിട്ട് ഞാൻ കോട്ടൺ ഫാബ്രിക് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെയും ഈ ക്രേപ്പിൻ്റെ താഴെയും ഞാൻ കോട്ടൺ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടുത്തെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി മുകളിലത്തെ ആ യോക്ക് പാർട്ടിന് ഞാൻ 5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു വൈറ്റ് ലേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മുകളിലത്തെ പാർട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ വൈറ്റ് ആയിട്ടും എടുക്കാം. ചെസ്റ്റിൻ്റെ വണ്ണമാണ്. അപ്പോൾ ഇതുപോലെ ടേപ്പ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഒരു 13 ഇഞ്ച് ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നുണ്ട്. ഇനി ഇവിടെ ഗൗണിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് നോക്കാം. ഇവിടെ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇത് താഴേക്ക് അംബർല കട്ടിങ് ആണ് കേട്ടോ ഈ ഗൗൺ വരുന്നത്. എന്നിട്ട് ഈ അംബർല കട്ടിങ്ങിൽ തന്നെ നടുക്കിൽ ചെറിയൊരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടി വണ്ണം തോന്നാൻ വേണ്ടിയാണ് നടുക്കിലും അതുപോലെ ബാക്കിൽ മിഡിൽ പോർഷനിലും ഇതുപോലെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ ഇതുപോലെ സിബ് കൊടുത്തേക്കാണ്. ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ യോക്ക് പോർഷനും ലേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കെട്ടാൻ ഇതിൻ്റെ ഒരു ഫാബ്രിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ മിഡിൽ പാർട്ടിൽ ഇതുപോലെ ചെറിയൊരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ലൈനിങ് വെക്കണമെന്നില്ല. ഇതങ്ങനെ നിഴലടിക്കാത്ത ടൈപ്പ് ഫാബ്രിക്കാണ്. അപ്പം ഇതിൻ്റെ അടിയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പ്ലെയിൻ വൈറ്റ് ക്രേപ്പാണ്. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് ഒരു ക്ലോത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു തുണി ഞാൻ ഇതുപോലെ 2 ആക്കി മടക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിനെ ഇതുപോലെ കോണാക്കി, അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ ആ മടങ്ങിയ ഭാഗത്തേക്ക് ഈ ഒരു തുണീനെ ഇതുപോലെ കൊണ്ടുവരാണ്. കണ്ടോ, ഇങ്ങനെയാണ് അംബർല കട്ടിങ് ചെയ്യണത്. ഇപ്പോൾ സ്കേർട്ട് പോർഷനാണ് ഇപ്പോൾ ഈ കാണിക്കണത്. അപ്പോൾ ഇവിടെ നമ്മളിനി വേസ്റ്റിൻ്റെ വണ്ണമാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ബോഡി പാർട്ട് കട്ട് ചെയ്ത് പോലെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം ആയിട്ട് നമ്മൾ ആ ഒരു ഫാബ്രിക്, ടോപ്പ് ഫാബ്രിക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതെവിടെ വരെ വരുന്നുണ്ടെന്ന് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട്, ഇപ്പോൾ എനിക്ക് ജസ്റ്റ് 2 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് മുകളിൽ ടേപ്പ് വെച്ചിട്ട് ചുറ്റും ഇതുപോലൊരു കോണാക്കി 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുത്, ഇങ്ങനെ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ പാർട്ട് വരുന്നത്. ഇവിടുത്തെ വണ്ണമായിരിക്കണം മാർക്ക് ചെയ്യാം. ഇനി ഇവിടുത്തെ ഇറക്കം, അതായത് സ്കേർട്ടിന് എത്രയാണ് നമുക്ക് ഇറക്കം വേണ്ടത് അത് വേണം ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്.
അപ്പോൾ ബോഡി പാർട്ടിൽ നിന്ന് ടോട്ടൽ ലെങ്ത്ത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ 40 ഇഞ്ചാണോ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്, അതിൽ നിന്ന് 11.5 ഇഞ്ചാണ് നമുക്ക് ബോഡി പാർട്ടായിട്ട് കിട്ടുന്നത്, മൈനസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലെങ്ത്ത് വേണം സ്കേർട്ട് പോർഷൻ, ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യണ പോർഷനിൽ അടയാളപ്പെടുത്തേണ്ടത്. പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ചുറ്റും നമ്മൾ മാർക്ക് ചെയ്യാം. ഇതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കും. നമ്മൾ 2.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ക്രോസ് പീസ് വേറെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ലെങ്ത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഫാബ്രിക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി മുകളിലത്തെ വേസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്കേർട്ട് പാർട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം, അളവൊന്നും തെറ്റാണ്ട്. അപ്പം നമുക്കിതുപോലെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അംബർല ഗൗണ് കട്ട് ചെയ്യണം. നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സെയിം അളവിൽ തന്നെയാണ്, ആ ബോഡി പാർട്ടിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് സ്കേർട്ട് പോർഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ തുണിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗൗണിൻ്റെ പാറ്റേൺ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് അത് തയ്ക്കണേന്നുള്ള ഒരു രീതി മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കുറേ ഫ്രോക്ക് കട്ട് ചെയ്യണതിൻ്റെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി കണ്ട് മനസ്സിലാക്കാം. ഇനിയും ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്.